ചാർത്തിക്കൊണ്ട് തന്റെ സാരഥി ജ്യോതിഷിന്റെ കയ്യും പിടിച്ച് വന്നു ചേർന്ന ഉത്തര ഭാരത ഭൂവിലിന്റെ പെരുമാറിൽ പിറവികൊണ്ട വശ്യസുന്ദരിക്ക് കാലം വൈക്കം നാടിന് വരദാനമായി നൽകിയപ്പോൾ അടകിന്റെ ആപനാഴിയുമായി വന്ന ആന കേരളം ഭരിക്കുവാൻ ഇറങ്ങിയവർക്ക് ഒരായിരം സ്വാഗതം. ഗജറാണി വേമ്പനാട് വിജയലക്ഷ്മിക്കും സാരഥിമാർക്കും തിരുവൈക്കത്തപ്പന്റെ തിരുസന്നിധിയിലേക്ക് സ്വാഗതം. കാലം കൈകൂർന്നു നിൽക്കുന്ന ആഘോഷം വൈക്കത്ത കാലം തെക്കൻ തട്ടകത്തിലേക്ക് കൊണ്ടെത്തിച്ചപ്പോൾ ചരിത്രങ്ങളിൽ തിളങ്ങിയ മാതംഗ സുന്ദരൻ ഗജരാജൻ വേമ്പനാട് മഹാദേവൻ. പകരം വയ്ക്കാനില്ലാത്ത സൗന്ദര്യ തിലകം തന്നെ എന്ന പല നാട്ടിലും തെളിയിച്ച വീരപൗരുഷമാണിവൻ. അനവധി വടക്കൻ ആനകൾ വന്നിറങ്ങിയ മണ്ണിലെ എണ്ണം പറഞ്ഞൊരു നാടൻ സുന്ദരനാണിവൻ. പേരും പെരുമയും നിറഞ്ഞ പൂരങ്ങളിൽ ആവേശം തോർത്ത് എഴുന്നള്ളിൽ നിന്ന് ഗതകാല ചരിത്രമുള്ളവൻ. അസാധ്യമാകുന്ന മുഖവിരിവ് കൊണ്ടും അസുലഭമാകുന്ന ലക്ഷണ തികവുകൾ കൊണ്ടും ആരാധകരുടെ മനം നിറയ്ക്കുന്നവൻ. അർജുനനും വാസുദേവനും അനന്ത പത്മനാഭനുമൊപ്പം വേമ്പനാടിന്റെ യശസ് ഉയർത്തിയ വീരപ്രജാപതി അഴകിന്റെ പ്രജാപതിമാർ അണിനിരുന്ന മണ്ണിൽ ആന കേരളത്തിന്റെ മറ്റൊരു സത്യനായകനായി അവതരിക്കുകയാണവൻ. സൗകുലപതി വേമ്പനാട് മഹാദേവൻ. മികവാർന്ന ഗതസൗന്ദര്യത്തിന്റെ മികവും പെരുമയുമായി തെക്കൻ മലയാളം വാഴുന്ന രാജകേസരി ആരും പ്രതിക്കുന്ന മുഖശ്രീയുമായി ഉത്സവ കേരളം നെഞ്ചിലേറ്റിയ നാട്ടാണ് ചന്തം. അതെ, ഇവൻ കൂടെയുള്ള സഞ്ജയനോടൊപ്പം ആദിനാടിന്റെ പേരും പെരുമയും ഊട്ടിയുറപ്പിക്കുന്നവൻ. തിരുവിതാംകൂറിലെ എണ്ണം പറഞ്ഞ ഉത്സവങ്ങളിൽ തന്റെ സാന്നിധ്യം അറിയിച്ചു പേരെടുത്തവൻ. ആഘോഷം നിറയുന്ന തിരുവിതാംകൂറിൽ വേറിട്ട സൗന്ദര്യമായി നിലകൊള്ളുന്ന തമ്പുരാനിത പേരും പെരുമയും നിറഞ്ഞ പെരും തൃക്കോവിലപ്പന്റെ തിരുവട്ടത്തേക്ക് താരമായി വന്നിറങ്ങിയവൻ. ഈ ആഘോഷത്തിന് മാറ്റുകൂട്ടിക്കൊണ്ട് ഇവിടെ ഒരുക്കുന്ന ആനയൂട്ടിലേക്ക് കടന്നു വരികയാണവൻ. നേരം തെളിഞ്ഞു നിന്ന നേരത്തെ തിരുവൈക്കത്ത് അവതരിച്ച സഖ്യസൗന്ദര്യം ഗജരാജൻ വേമ്പനാട് വാസുദേവൻ. ഇതാ പ്രത്യുഷന്റെ കൈകൾ പിടിച്ചുകൊണ്ട് വന്നു ചേരുകയാണ് വാസുദേവൻ. നാലാൾ നോക്കി നിന്ന മണ്ണിൽ നേരിടും ആനച്ചന്തത്തിന്റെ അഴകും തികവും കാണിച്ചു കൊടുത്തവൻ. മലയാളക്കരയുടെ പെരുമാറിൽ ഒരു കാലത്ത് ആവോളം ആരാധകരെ സൃഷ്ടിച്ച് കരുത്തനായ ആൺപിറപ്പ്. കാണുന്ന കണ്ണുകളിൽ ആനക്കമ്പത്തിന്റെ ആവേശം ലഹരിയായി സമ്മാനിച്ചുകൊണ്ടിതാ കടന്നു വന്നിരിക്കുകയായി വാസുദേവൻ. പേരുകേട്ട് ആരഭങ്ങൾ നിറയുന്ന മണ്ണിലേക്ക് താരമായി തന്നെ തിരികെ വരുമെന്ന് വാക്കുകൊടുത്തവൻ ഗജരാജൻ വേമ്പനാട് വാസുദേവനും സാരഥിമാർഗം. തിരുവൈക്കത്തപ്പന്റെ മണ്ണിലെ ആനയോട് കൂടുവാൻ സ്വാഗതം. കണ്ടിയൂരപ്പന്റെ മാനസപുത്രനിത അന്നദാന പ്രഭുവിന്റെ മണ്ണിലേക്ക് വന്നു ചേരുകയായി. ഇവനോ നാട്ടുകരിയുടെ രാജകുമാരൻ ഗജരാജകുമാരൻ കണ്ടിയൂർ പ്രേം ശങ്കർ വരികയായി. സാരഥി രാജേഷിന്റെ കൈകൾ പിടിച്ചുകൊണ്ട് ഓ നാട്ടുകരിയുടെ മണ്ണിൽ നിന്ന് ഒന്നിനൊന്ന് മികച്ച യുവത്വമായി വളർന്നു വരുന്ന താരയൗവനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഗജനിരയിൽ ചന്തത്തിന്റെ കയ്യൊപ്പ് ചാർത്തി വളർന്ന സുന്ദര യുവരാജൻ. ആളും ആരവങ്ങളും അകന്നു നിന്ന കാലത്തും തിരുവൈക്കത്തപ്പനെ സേവിക്കുവാൻ പടികടന്നു വന്നവൻ. ചരിത്രവും വിശ്വാസവും ഇഴകലർന്ന മണ്ണിലെങ്ങും ഗജരാജകുമാരൻ കണ്ടിയൂർ പ്രേം ശങ്കർ. അലയടിക്കുന്ന നിലമാലകളുടെയും ആനടിക്കുന്ന ഉത്സവ പെരുമകളുടെയും ഹൃദയശീലികളെ നെഞ്ചിലേറ്റി ആലപ്പുഴക്കാരൻ ഇനി ഇതാ തിരുവൈക്കത്തപ്പന്റെ മണ്ണിലേക്ക് കടന്നു വരികയായി. ഇവൻ പതിവ് പോലെ തിരുവൈക്കത്ത് അഷ്ടമി കൂടുവാൻ കടന്നു വരുന്ന വേറിട്ട ആനച്ചന്തം ഗജരാജൻ കുളമാക്കിൽ രാജ. ആന കേരളത്തിന്റെ അഗ്രഗണ്യരായ ചട്ടക്കാരിലെ ആലപ്പുഴക്കാരൻ മാരാരിക്കുളം അജിയുടെയും ശരത്തിന്റെയും കൈകൾ പിടിച്ചുകൊണ്ട് വന്നു ചേരുകയാണ് രാജ. ഒരു കാലം ദേശിംഗ നാടിന്റെ മടുത്തട്ടിൽ ആവോളം മഹിമകളുമായി തിളങ്ങി നിന്നവൻ. കുളമാക്കൽ തറവാടിന്റെ മടുത്തട്ടിലേക്ക് കടന്നു വന്നപ്പോൾ കാലം കൈ നീണ്ടി സ്വീകരിച്ച കാർമുകിൽ വർണ്ണൻ വൈക്കത്തഷ്ടമിയുടെ ചരിത്ര പെരുമയിൽ തന്റെ നാമവും തിളങ്ങണമെന്ന ഭാഷയുമായി ഇത്തവണയും എഴുന്നള്ളിപ്പിന് പ്രൗഢി തീർക്കുന്ന ഒന്നാം തരം കൂട്ടാണ്. ഒന്നിനൊന്ന് മികച്ച വേദികളിലേക്ക് കടന്നു ചെന്ന നിയോഗങ്ങളുടെ താരപ്രഭയെ നെഞ്ചിലേക്കിയവൻ ഗജരാജൻ കുളമാക്കി രാജ. അതിഥി
അറയ്ക്കുള്ളിൽ കണക്കില്ലാത്ത നിധിയുള്ള പോലെ അകലാറിൽ കരുണയുള്ള തീരാസാഗരമുള്ള അനന്ത പത്മനാഭന്റെ മണ്ണിൽ നിന്നും അന്നദാന പ്രഭുവിന്റെ മണ്ണിലെത്തിയ മാതംഗ ശ്രീമാൻ സിന്ദൂര കുലപതി വേമ്പനാട് അനന്ത പത്മനാഭൻ. തെക്കൻ മണ്ണിന്റെ മടിത്തട്ടിൽ തിളക്കമുള്ള തമ്പുരാനായി വാഴുവാൻ, ഓണാട്ടുകര അടക്കി വാഴുവാൻ, ഓണാട്ടുകരയുടെ മണ്ണിൽ നിന്നും പടി കടന്നു ചെന്ന് കാലനിയോഗത്താൽ വേമ്പനാട് കായലിന്റെ തീരത്ത് സ്വന്തമായവൻ. എഴുന്നള്ളിപ്പിന്റെ രാജകല നിറയുന്ന മണ്ണിലെല്ലാം തിരുവാർന്ന സ്വന്തമായി വരുന്ന മാതംഗ ശ്രേഷ്ഠൻ. ആനക്കമ്മത്തിന്റെ പേരിൽ ആണുങ്ങൾ അണിനിരക്കുമ്പോൾ അതിൽ അഴകിന്റെ മാറ്റിൽ നിറയ്ക്കാൻ പോകുന്ന വേറിട്ട സ്വന്തം. വീരന്മാർ വാഴുന്ന വൈക്കത്തെ രാജഭൂമിയിൽ വാനോളം കീർത്തിയുമായി വരുന്ന മാതംഗ തിരുമകനിക. തികവാർന്ന സൗന്ദര്യഭാവത്തിനാലും ഭംഗിയാർന്ന സൗകുമാര്യത്തിനാലും ആരാധക ഹൃദയങ്ങളിൽ ആഴ്ന്നിറങ്ങിയ ആന സ്വരൂപമായി തന്റെ സാരഥി പള്ളിപ്പുറം രാജേഷിന്റെ കൈകൾ പിടിച്ചു മണ്ണിലെ മാതംഗ ശ്രീമാൻ ഗജകേസരി തടത്താവിള സുരേഷ് വരികയായി. തന്റെ സാരഥി കറുകച്ചാൽ രാജുവിന്റെ കൈകൾ പിടിച്ചുകൊണ്ട് ഈ മണ്ണിൽ പുതുമയുടെ അധ്യായം രചിക്കുവാൻ അഴകിന്റെ നാട്ടാന ചന്തം. കഴിഞ്ഞ കാലത്തിനോടും കടന്നുപോയ വീഥികളോടും കലർപ്പില്ലാത്ത സൗന്ദര്യം കൊണ്ട് കടപ്പാട് തീർന്നവൻ. ഇടപെടാൻ വരുന്നവരോട് കിടപിടിക്കാൻ പോകുന്ന അഴക് മറവും അടിമുടി നിറയുന്ന തെക്കിന്റെ പോരാളി. നടവയ്ക്കുന്ന മണ്ണിൽ നാലാളെ തന്റെ നായക ഭാവത്തിൽ മയക്കി ആരാധകരാക്കി നടക്കുന്നവൻ. പാരമ്പര്യത്തിന്റെ പതിറ്റാണ്ടുകൾക്ക് മുന്നേ വിട്ടുവാങ്ങിയ തടത്താവുള്ള തറവാടിന്റെ ഇന്നത്തെ അഭിമാന താരമായവൻ. തടത്താവുളങ്ങിയ സഹകേസരി തടത്താവുള്ള സുരേഷ്. ചട്ടക്കാരൻ തെക്കന്റെ തെക്കൻ പേരും പെരുമയുമായി തെക്കൻ മുടക്കുമെത്തിച്ച ചേർത്തലക്കാരൻ. ആന കേരളത്തിന് സ്വന്തം മാമിയുടെ കൈകൾ പിടിച്ചുകൊണ്ട് വീണ്ടും ഒരു 80-ാം ഉത്സവം കൂടുവാൻ വന്നു ചേരുകയാണവൻ. യുവത്വത്തിന്റെ ആവേശത്തിന് അതിനും മതിലും ഇല്ലെന്ന് തെളിയിച്ച ഭൂമിക്ക് അടങ്ങി ഭരിക്കുന്നവൻ. കൊല്ലത്തെ പയ്യനിൽ നിന്നും കരുവിയുടെ കേരളത്തിന്റെ കരുത്തലിലേക്ക് ദൃഢമായി ചുവട് വയ്ക്കുന്നവൻ. അതെ, ഇവൻ ആന കേരളത്തിന്റെ മുഖത്തലക്കാരൻ. മുരഹരിയുടെ മണ്ണിലെ എന്തിനും പോകുന്ന ആനക്കുട്ടി മുരഹരി പ്രിയൻ. അന്നദാന പ്രഭുവിന്റെ ഇവലോകം മുഴുവൻ കീർത്തി കേട്ട തിരുവൈക്കത്തപ്പന്റെ മണ്ണിലേക്ക് തികമാർന്നവൻ ആനയൂട്ടിലേക്ക് ഇതാ മുഖത്തലക്കാരനും കടന്നു വരികയായി. കൊല്ലത്തെ പയ്യനിൽ നിന്നും കരുവിയുടെ കേരളത്തിന്റെ കരുത്തലിലേക്ക് ദൃഢമായി ചുവട് വയ്ക്കുന്നവന്റെ വരവ്. ഭഗവാന്റെ വെള്ളിവേൽ തിരുമുദ്ര തനിക്ക് കണ്ടാഭരണമായി ചൂടിയ ആൺകുട്ടിയിവൻ. തെക്കൻ കൊല്ലത്തിന്റെ മടിത്തട്ടിൽ നിന്ന് ഉന്നത ശ്രേണിയുടെ ഉത്തമ രാജകീയതയിലേക്ക് വലതുകാൽ വച്ച് കടന്നു വരുന്ന യുവരാജാവിവൻ. ഐശ്വര്യമെന്ന വാക്കിന് ആന സ്വരൂപം കൊണ്ട് മറുപടി പറഞ്ഞ ആന വീരകുമാരൻ വടക്കൻ തിരുവൈക്കത്തിന്റെ നാമധേയം ആന കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മലയെടുപ്പിക്കുന്ന കരിവീരതാരകം. വെമ്പല നാടിന്റെ മാതംഗമാണിക്യം ഗജപ്രജാപതി വേമ്പനാട് അർജുനൻ. ആരും കൊതിക്കുന്ന മുഖശ്രീയും ആരെയും ആകർഷിക്കുന്ന സ്വഭാവ മഹിമയുമായി പുതിയൊരു ഉത്സവകാലത്തെ വരവേൽക്കുവാൻ സാരഥി കൂറ്റുവേലി കുഞ്ഞുമോന്റെ കൈകൾ പിടിച്ചുകൊണ്ട് വൈക്കത്തപ്പന്റെ യാനയോട്ട് കൂടുവാൻ വരികയാണ് അർജുനൻ. വെമ്പനാടൻ അർജുനൻ. വേമ്പനാട് തറവാടിന്റെ തലമുതിർന്ന കാലം. വേമ്പനാട് പുഷ്പദാസിന്റെ പൊന്നോമന പുത്രൻ. ഉത്തരേന്ത്യൻ മണ്ണിലെ വിരിമാറിൽ നിന്ന് ഉത്തമ സൗന്ദര്യത്തിന്റെ പ്രതിപുരുഷനായി തിരുവൈക്കത്തേക്ക് വന്നു ചേർന്നവൻ. തികഞ്ഞ ശാന്തത കൊണ്ട് ആരാധകരുടെ മനസ്സിലേറി ആഗ്രഹമോഹങ്ങൾക്ക് പൂർണ്ണത നൽകി വളർന്നവൻ. അഷ്ടമി പെരുമയിൽ ആറാട് വളർന്ന ആന കേരളത്തിന്റെ സുന്ദര സ്വരൂപമായവൻ. തിരുനക്കരിയുടെ പൂരപ്പെരുമയിൽ പതിവായി തന്റെ നാമധേയം മുഴങ്ങണമെന്ന വാശിയുള്ള വൈക്കത്തിന്റെ വെമ്പനാട്. വേമ്പനാട് ഗ്രൂപ്പിന്റെ എണ്ണം പറഞ്ഞ ഗജരാജാക്കന്മാരിൽ എന്തിനും പോകുന്ന സൗന്ദര്യ ശ്രീമാൻ ഗജപ്രജാപതി വേമ്പനാട് അർജുന. നിനക്കും നിന്റെ സാരഥിമാർക്കും അന്നദാന പ്രഭുവിന്റെ തിരുസന്നിധിയിലേക്ക് സ്വാഗതം. സാരഥി ആലപ്പുഴയിലേക്ക് വന്ന നാൾ മുതൽ ആവേശത്തോടെ വഴി നടത്തുന്ന പ്രിയ സാരഥി മാരാരിക്കുളം പ്രതിയുടെ കൈയിൽ പിടിച്ചുകൊണ്ട് വീണ്ടും ഒരു വൈക്കത്തഷ്ടമി ആനയോട് വീഴുവാൻ വരികയാണവൻ. സർവാലങ്കാര വിഭൂഷിതനായ തിരുവൈക്കത്തപ്പനെ ശിരസിലേറ്റി തന്റെ പെരുമയെ ഈ നാട്ടിൽ ഊട്ടിയുറപ്പിച്ചവൻ. കലബൂരിന്റെ മണ്ണിലെ കരുത്തുറ്റ രൂപമായ ആലപ്പുഴയുടെ ആനപ്പെരുമ ചൂടുന്ന താരയൗവനം
അറിഞ്ഞ് സ്വീകരിച്ച നാട്ടിലെല്ലാം ആവേശത്തിന്റെ ഉത്സവമേളം സമ്മാനിച്ച ചരിത്രമുള്ള പാർത്ഥന്റെ വരവ്. അതെ, ഇവൻ അഷ്ടമി ഉത്സവത്തിന്റെ ആഘോഷമാക്കുന്ന ദേവസംഗമത്തിൽ തന്റെ നിത്യ സാന്നിധ്യം തെളിയിക്കുന്നവൻ. തികഞ്ഞ പെരുമയും അതിനത്ത ചന്തവുമായി ഇത്തവണയും വൈക്കത്ത് നിറയുന്ന ഐശ്വര്യ ശ്രീമാൻ ഗണേശനോടും രാധയോടും ഒന്നിച്ചു പാടുന്ന കുളമാക്കിലെ വല്യാന ഗതമുഖഭീമൻ കുളമാക്കിൽ പാർത്ഥസാരഥി. നിനക്കും നിന്ന സാരഥി മാർഗം തിരുവൈക്കത്തപ്പന്റെ തിരുവങ്കണത്തിലേക്ക് സ്വാഗതം, സുസ്വാഗതം. ഇനി കടന്നു വരികയായി പ്രത്യക്ഷ ഗണപതി മുണ്ടക്കൽ ശിവനന്ദൻ. അരങ്ങിലെ താരമാകാനും ആവേശങ്ങളുടെ നായകനാകുവാനും കൂട്ടായി കൂടെയുള്ള സാരഥി പായിപ്പാട് ബിജുവിന്റെ കൈകൾ പിടിച്ചുകൊണ്ട് തിരുവൈക്കത്തപ്പന്റെ ആലയൂട്ടിലേക്ക് കടന്നു വരുന്നു ശിവനന്ദൻ. ഇവൻ സന്ധ്യവേളകളുടെ നാൾ മുതൽ വൈക്കത്തുകാരുടെ ഹൃദയത്തിൽ സ്ഥാനം നേടിയ താരയൗവനം. പ്രൗഢിയുടെ ആലയാഭരണങ്ങൾ ചൂടി അന്നദാന പ്രഭു എഴുന്നള്ളിയപ്പോൾ അരകിൽ ശ്രീപീഠം തീർക്കുന്ന സൗന്ദര്യ സ്വരൂപം. തികഞ്ഞ യുവത്വം കൊണ്ടും തിരുവാർന്ന ശോഭന ഭാവി കൊണ്ടും നാളെയുടെ രാജാവായി തീരുവാൻ തിരുവൈക്കത്തപ്പന്റെ കൃപ നേടി അവതരിക്കുകയാണവൻ. നെല്ലിക്കാട്ട് മറയിൽ നിന്ന് മുണ്ടക്കലെ കുട്ടിയായി മാറിയ തൊടുപുഴക്കാരൻ. അലങ്കാര വിസ്മയങ്ങൾക്കും അപ്പുറം ആനന്ദത്തിന്റെ അവസാന വാക്കായി നിറയുന്ന മുഖശ്രീയുള്ളവൻ. ഇത്തവണയും ആനച്ചന്തം കൊണ്ട് ധന്യമാകുന്ന 9ാം തിരുവത്സവനാളെയും എഴുന്നള്ളി നിൽക്കുവാൻ വരികയാണവൻ. പ്രത്യക്ഷ ഗണപതി മുണ്ടക്കൽ ശിവനന്ദൻ. കാലഘട്ടങ്ങളും ഇതിഹാസങ്ങളും മനം വച്ച് മടങ്ങിയ മണ്ണിൽ തലമുറകൾ കാലക്കമ്പം പകർന്നവൻ. കാളിയാർ മഠത്തിലെ ശ്രീ ഭദ്രകാളിയുടെയും ശ്രീ വിഷ്ണുവായിയുടെയും ശ്രീ ഗുരുമുത്തപ്പന്റെയും ആരോപുത്രൻ ഐരാവത സമസൂര്യ പ്രഭാവൻ കളഭകേസരി കാളിയാർ മഠം ശേഖരൻ. ഉയർച്ചയുടെ പാതകളിൽ ഉത്സവമുള്ള തൊമ്പനാളിയായി വഴി നടത്തുന്ന യുവസാരഥി പൂക്കാട്ടുമണി രഞ്ജിത്തിന്റെ കൈകൾ പിടിച്ച് അന്നദാന പ്രഭുവിന്റെ